ഇത് വാസ്തവത്തിൽ എത്രയോ ഒരു വലിയ മാന്ത്രിക നമ്മുടെ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ഇന്ന് രാവിലെ കഴിഞ്ഞ 10 ആളുകളെ ഈ ലോകത്തെ സംബന്ധിക്കേണ്ട കലാപ്രയത്തിലുണ്ടായി എന്നറിഞ്ഞപ്പോൾ എന്തൊരു മഴയായിരുന്നെന്നറിയാം. ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങി പോകുന്നില്ല. പക്ഷേ എന്താണ് ഉത്തരവാദികളെ ചെയ്തത് അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനായി. ഏതായാലും ഈ സമ്മേളനം ഒരു കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് താങ്കളുടെ അത്രയില്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും അങ്ങനെ ചെയ്താൽ ജനസേവനത്തിനുള്ള പിന്തുണയാണ് ഇവിടെ ലഭിക്കുന്നതാണ്. അതിന്റെ വാക്കുകൾ നീക്കിക്കൊണ്ടുപോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, 17 ദിവസം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഉരുത് മറിച്ച് നല്ല മണ്ണ് പാകപ്പെടുത്തിയെടുത്ത് ഇന്ന് ഉത്സാഹ നല്ല വിളവുള്ള ഈ പറയുന്ന മാനവികത ഇവിടെ നട്ടിരിക്കുകയാണ്. ഇത് വളരോ ഇതിനെ നശിപ്പിക്കാൻ ഒരു പ്രയോഗിക്കാതെ തന്നെ കീഴം നശിക്കോ. ഈ മാനവീയത ഈ മണ്ണിൽ വളരും. കാരണം ആനയിക്കുന്നത് മുസ്ലിം പള്ളിയാണ്. അതിന്റെ തൊട്ട് കാണുന്നത് ഹൈന്ദവ ക്ഷേത്രമാണ്. അതിന്റെ മുമ്പിൽ കാണുന്നത് ഒരു ചർച്ചാണ്. ഇത് ഈ മൂന്നിന്റെയും സംഗമമാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷേ ജന്മസേവകനായ തെരഞ്ഞെടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം നിങ്ങൾ കാണണം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി ഇവിടെ ജീവിച്ചത്, ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചത് മാനവീയതയ്ക്ക് വേണ്ടിയായിരുന്നു. അദ്ദേഹം അവസാനം മരണപ്പെടേണ്ടി വന്നത്, അദ്ദേഹത്തിന്റെ ജീവൻ നിരസിക്കപ്പെടേണ്ടി വന്നതും അതിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം നാം കാണണം. തീവ്രവാദം, അതുപോലെ വർഗീയവാദം, അതുപോലുള്ള വാദങ്ങൾ അതെല്ലാം തന്നെ ഈ മുസ്ലിമിന്റെ മാത്രമല്ല മനുഷ്യരാശിക്ക് തന്നെ ആപത്താണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഏതായാലും മഹാത്മാഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ആ മുദ്രാവാക്യമാണ് ഇന്നിവിടെ നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിന്റെ നേതൃത്വമാണ് ബഹുമാന്യനായ ഉസ്താദ് ഇന്ന് കേരളത്തിൽ. അതുകൊണ്ട് ഈ പറയുന്ന ഉസ്താദിന്റെ പ്രവർത്തനം